ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജന് വിഷമാണെങ്കിൽ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. വേണ്ട ഋതു, നമുക്കേ നമ്മുടെ വീട്ടിലേക്ക് പോവാം. പറ്റില്ല. അന്ന് ഞാൻ സാറിന്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോ ചെറിയൊരു വേരിയേഷൻ ശ്രദ്ധിച്ചിരുന്നു. അതാണ് ബ്ലഡ് സാമ്പിൾസ് ബാംഗ്ലൂരിലേക്ക് അയച്ചത്. ഇപ്പോഴും ഡോക്ടർ രോഗം എന്താന്ന് പറഞ്ഞില്ല. വന്ന ടെസ്റ്റ് റിസൾട്ടിൽ ഇറ്റ്സ് കൺഫേംഡ്. അതായത് അസ്ഥിമജ്ജയിലെ ബ്ലഡ് സെൽസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇത് വെച്ച് നോക്കുമ്പോ. ഡോക്ടർക്ക് പറയാൻ മടിയല്ലേ? ഡോക്ടർ പറഞ്ഞു വെച്ച് നോക്കുമ്പോ എനിക്ക് ബോൺ ക്യാൻസർ ആണല്ലേ. സർ, ഡോണ്ട് ബി ടെൻഷൻഡ്. ഈ രോഗം ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ട്രീറ്റ്മെന്റിലൂടെ പൂർണ്ണമായി മാറും. ഐ ഹാവ് നോ ഫിയർ ഡോക്ടർ. ചികിത്സിച്ച് ഭേദമായാലും ഇനി മാറിയില്ലെങ്കിലും ഐ ആം ഓക്കെ. ഒത്തിരി വഴികൾ താണ്ടി വന്നവനാ ഞാൻ. എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കാതെ കടന്നു വന്ന സൗഭാഗ്യങ്ങളും എന്നോട് ചോദിക്കാതെ അകന്നു പോയ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും വിധി എന്നിൽ ഏൽപ്പിച്ച എത്ര നോവുകൾ, ഇതെല്ലാം കടന്ന് ഞാൻ ഇതുവരെ എത്തിയില്ല ഡോക്ടർ. അതുപോലെ എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിൽ കയറി താമസിക്കുന്ന ക്യാൻസർ എന്ന ഈ അതിഥി. സന്തോഷം സാർ. ദൈവത്തോട് എനിക്ക് നന്ദിയുണ്ട്. എല്ലാ നന്മകളും തന്നു. അപ്പോ ഇത്തിരി വേദനകളും കൂടെ തന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ മനുഷ്യജന്മം? സാർ ഇങ്ങനെ നിരാശനാകാതെ. ഞാൻ ഉറപ്പു തരുന്നു, ദിസ് വിൽ ഗോ അവേ വിത്ത് ട്രീറ്റ്മെന്റ്, ഓഫ് കോഴ്സ്. അങ്ങനെയാട്ടെ. അറിയണമെന്ന് വെച്ചാ എന്ത് ചെയ്യും? ഇതൊക്കെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ ചോദിക്കും. ആരോട്?
എന്റെ അച്ഛനോട് തന്നെ. ശ്ശോ, ഋതിക എന്തൊക്കെയാ ഈ പറയുന്നത്? വർമ്മ സാറിനോട് പോയി ഇതൊക്കെ ചോദിക്കാനോ? എന്താ കുഴപ്പം? എനിക്കറിയണം. ഞാൻ അച്ഛനോട് തന്നെ ഇത് ചോദിക്കും. ഈ ഋതു, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല രാജു. അതിന് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അച്ഛനോട് തന്നെ എനിക്കിത് നേരിട്ട് ചോദിക്കണം. ഋതു എന്തൊക്കെയാ ഈ പറയുന്നത്? സാറിനോടെ ഇക്കാര്യം ചോദിക്കാൻ പറ്റില്ല. എനിക്കിത് അറിഞ്ഞേ പറ്റൂ രാജു. എന്തായാലും ഇക്കാര്യം ചോദിക്കാൻ ഞാൻ സാറിന്റെ അടുത്ത് വരില്ല. രാജു വന്നില്ലെങ്കിലും ഞാൻ പോവും. എനിക്കിത് അറിഞ്ഞേ പറ്റൂ. ഞാൻ ഇത്രയും കാലം അറിഞ്ഞിരുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യം ഇന്നറിയണം. ഷോ, എന്റെ ഋതു. രാജുവിന് വിഷമാണെങ്കിൽ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. വേണ്ട ഋതു, നമുക്കേ നമ്മുടെ വീട്ടിലേക്ക് പോവാം. പറ്റില്ല. ആ, സാർ എവിടെയാ? ഞാനിപ്പോ കാറില വീട്ടോട്ട് വന്നോണ്ടിരിക്കുക. ആ, ഓക്കെ സാർ. എന്നാ ഞങ്ങളിപ്പോ വീട്ടിലേക്ക് വരാം. വാ. ഞാൻ ചായ എടുത്തിട്ട് വരാം ഏട്ടാ. യമ്നി, ചായ ഒന്നും ഇപ്പൊ വേണ്ട. ഞാൻ പുറത്തുനിന്ന് കുടിച്ചു. ഏട്ടനെന്ത് പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഏയ്, ഒന്നുമില്ല. അല്ല, ശേഖരൻ പറഞ്ഞത് നേരാ. നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. അകലേ